സ്നേഹം എന്നുള്ള വികാരത്തെ തന്നെ നാണം കെടുത്തിയിരിക്കുകയാണ്. റൈറ്റ്, ഗ്രീഷ്മ കോടതി വിധിക്ക് ശേഷം ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും പുറത്തു വരുന്ന കാഴ്ച. മാസ്ക് ധരിച്ചിട്ടുണ്ട് ഗ്രീഷ്മ. പ്രത്യേകിച്ച് വികാരഭേദങ്ങളില്ലാതെ കൂടിയാണ് ഗ്രീഷ്മ. ഈ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചപ്പോൾ ഉണ്ടായ നിർവികാരതയിൽ തന്നെ ഗ്രീഷ്മ പുറത്തേക്ക് വരികയും പോലീസ് വാഹനത്തിൽ കയറുകയും ചെയ്യുന്നു. ഷാരോണിന്റെ കുടുംബം പലപ്പോഴും പറയുന്നത് പോലെ ഇത്രയും വലിയ കുറ്റം ചെയ്തു എന്നുള്ള യാതൊരു ലാഞ്ചനയോ ആ കുറ്റബോധമോ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങനെ തന്നെ കോടതി കണക്കാക്കുകയാണ്. പ്ലാൻ ചെയ്ത് നടത്തിയ ബ്രൂട്ടലായിട്ടുള്ള മർഡർ. അപ്പോൾ അതിനുള്ള ശിക്ഷ പ്രായം പരിഗണിച്ചുകൊണ്ടല്ല, കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. ഡാൻ, മുമ്പ് എന്നത്തെയും പോലെ തന്നെ നിർവികാരികതയായി നിസ്സംഗതയോടുകൂടി പ്രതികരിക്കാതെ ഗ്രീഷ്മ പോലീസ് വാഹനത്തിൽ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏത് തരത്തിലാണ് ഒരു വൈകാരികമായിട്ടുള്ള രംഗങ്ങളും ആൾക്കാരുടെ പ്രതികരണങ്ങളെല്ലാം വരുന്നത്? വളരെ തൃപ്തികരമാണ്. വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഏറ്റവും വലിയ വാർത്ത. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ്. ചേട്ടാ, എങ്ങനെ ഈ ശിക്ഷയെ കാണുന്നു? 100% ഇത് മറ്റുള്ള ഒരു ഷാരോൺ ഇനി കേരളത്തിൽ വരാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള അർഹതപ്പെട്ട വിധി തന്നെ, ശിക്ഷാവിധി തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. എന്ത് പറയുന്നു? തക്കതായിട്ടുള്ള വിധി തന്നെ കൊടുത്തത്. ഈ വിധി അത്യാവശ്യമാണ്. ആ ജഡ്ജിക്കാണ് സല്യൂട്ട് കൊടുക്കുക. ശക്തമായ നടപടിയാണ്. ഇതാണ് നല്ല വിധിയാണ്. ഈ ജഡ്ജിനും അന്വേഷണ ഉദ്യോഗസ്ഥരോടെ അംഗീകരിക്കുകയാണ് അവരുടെ വിധിയെ മറ്റു കാര്യങ്ങളെ. അന്ധമായി വിശ്വസിച്ച ഒരു പാവം ചെക്കന് കൊടുക്കാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നീതി തന്നെയാണിത്. എന്തായാലും ഈ ഒരു വിധി കേട്ട് വളരെ സന്തോഷം തോന്നുന്നു, അല്ലേ? ശരിക്കും നമ്മളൊന്ന് കരഞ്ഞു പോകും. ആ ഒരു ഷാരൂണിന്റെ കുടുംബത്തിന് ശരിക്കും പറഞ്ഞാൽ നീതി തന്നെ കിട്ടി. ഇതാകണം യഥാർത്ഥത്തിൽ കോടതി. ഇനി ഒരു പെണ്ണും ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ മുതിരരുത്. എന്തായാലും ഈ ഒരു ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയാം. ഇതിപ്പം ഒരു ആണ് ചെയ്താലും ശരി, ഒരു പെണ്ണ് ചെയ്താലും ശരി, ആ ഒരു തെറ്റ് തന്നെയാണ്. അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു കേരളത്തിലെ ജനങ്ങൾ തന്നെ. ഇതുപോലെ തന്നെ സത്യസന്ധനായ നവീൻ ബാബുവിന്റെ കേസും തെളിയണം. അതും ഇതുപോലെ തന്നെ ആകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഒരു നിയമം വലിയൊരു പാഠം തന്നെയാണ്. ഇനി കൊലപാതകം ചെയ്യാൻ പോകുന്നവരും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുന്നവർ പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താൽ നന്നായിരിക്കും. എന്തായാലും ഈ ഒരു ശിക്ഷാവിധി കേട്ടപ്പോഴത്തെ ജനങ്ങൾ എല്ലാവരുടെ മനസ്സിൽ അതായത് സന്തോഷം കൊണ്ട് തുളുമ്പുകയാണ്. കാരണം അത്രമേൽ ആഗ്രഹിച്ച ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഈ ഒരു നീക്കം ഗ്രീഷ്മ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നും മിണ്ടാനാകാതെ തരിച്ചു നിന്നു പോവുകയാണ് ഗ്രീഷ്മ. പ്രണയം നടിച്ച് സുഹൃത്തിനെ കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്കാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മൽ കുമാരൻ നായരുമാണ് കുറ്റക്കാരെന്ന് കോടതി വെള്ളിയാഴ്ച തന്നെ ഇത് കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത്. രാവിലെ 10ഓടെ ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചു. തെളിവിന്റെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സെന്തുവിനെ വെറുതെ വിട്ടിരുന്നു.
കോടതിയിൽ ഗ്രീഷ്മ കരയുകയും ചെയ്തു. ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും കോടതിയിൽ എത്തിയിരുന്നു. ഇവരോട് ജഡ്ജി പ്രത്യേകം സംസാരിക്കുകയും ചെയ്തിരുന്നു. കോടതി മുറിയിലേക്ക് ജഡ്ജി AM ബഷീർ ഇരുവരെയും വിളിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷമായിരുന്നു വിധി പ്രഖ്യാപനം. പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ല എന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നുമാണ് വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. അതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദം പരിഗണിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. കളനാശിനി സംഘടിപ്പിച്ചു കൊടുത്തതും തെളിവ് നശിപ്പിച്ചതുമാണ് അമ്മാവൻ നിർമ്മൽ കുമാർ നായർക്കെതിരെയായിട്ടുള്ള ഒരു കുറ്റം. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായതുമില്ല. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും 3 ദിവസത്തെ നീണ്ട അന്തിമ വാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമ വാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനെയല്ല, ഒരു സ്നേഹം എന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളെല്ലാം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ചരിത്ര വിധി പ്രഖ്യാപനം എന്നാണ് ജഡ്ജി AM ബഷീർ പറയുന്നത്. പ്രതിക്ക് ചെകുത്താന്റെ സ്വഭാവമാണ്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വരുത്തിയാണ് കൊലപാതകം നടത്തിയത്. ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. 11 ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുമുണ്ട്. കൊലപാതകം അവിചാരിതമല്ല എന്നും ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. ഷാരോണിനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപം ഉണ്ടായില്ല. അതിനാൽ ഒരു ദയയും അർഹിക്കുന്നില്ല എന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇതിനെയാണ് കോടതി അംഗീകരിച്ചത്. 2022 ഒക്ടോബർ 14 വീട്ടിലെ ഷാരൂണിനെ വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തുകയും കഷായ ചാലഞ്ച് എന്നുള്ള വ്യാജേന പറഞ്ഞുകൊണ്ട് കുടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നതാണ് ഈ ഒരു കേസ്. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ 25-നാണ് മരിച്ചത്. ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു. 2021-ലാണ് ഷാരോണും ഗ്രീഷ്മയും സൗഹൃദത്തിലായത്. ഇരുവരും വീട്ടിലും പള്ളിയിലും താലി കെട്ടി. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോത്സ്യൻ പറഞ്ഞതോടെയാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയത്. മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പിന്മാറാൻ ഷാരോൺ തയ്യാറാവാത്തത് കൊണ്ടാണ് തുടർന്ന് ഈ ഒരു കൊലപാതകം നടത്തിയത്. ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതിയില്ല എന്നാണ് മജിസ്ട്രേറ്റ് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരോൺ പറഞ്ഞിരുന്നത്. ഇതാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായത്. ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. 2023 ജനുവരി 25-നാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 15 തുടങ്ങിയ ഈ ഒരു വിചാരണ ഈ മാസം 3-നാണ് അവസാനിച്ചത്. 95 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്.